ഗൈസ്, ഞാനിന്ന് ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ മേളിലുള്ള പൂന്തോട്ടത്തിലേക്ക് ചെന്നിരിക്കുകയാണ്. കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളും ഇലച്ചെടികളും പൂക്കളുള്ള ചെടികളും നിറച്ചുണ്ട് ഇവിടെ. പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളും എല്ലാം ഞങ്ങളുടെ വല്യമ്മച്ചി വളർത്തുന്നു. ഇതെല്ലാം വല്യമ്മച്ചിയുടെ ചെടികളാണ്. ഇത് വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ഒരു ബൊഗെയിൻവില്ലയാണ്. ഈ ബൊഗെയിൻവില്ലകളെല്ലാം ഞങ്ങളുടെ വല്യമ്മച്ചി കഷ്ടപ്പെട്ട് മീൻവെള്ളം വരെ ഒഴിച്ചെടുത്തതാണ്. ഇത് വാട്ടർ ലില്ലിയാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ മുളക്. വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു മുളകാണിത്. ഇതാണ് വല്യമ്മച്ചിയുടെ സ്പെഷ്യൽ റോസ്. ഇതാണ് നാടൻ റോസ്. വളരെ ഇപ്പോൾ മുള്ളുകളൊന്നും ഇല്ല, വല്യമ്മച്ചി വെട്ടിക്കളഞ്ഞ്. ഭയങ്കര മുള്ളുള്ള ഇതാണ്. ഇതിങ്ങനെയൊന്നുമല്ല, ഭയങ്കര കട്ടച്ചുവപ്പാവണതാണ്. ഇത് ഇളയതാണ്. നല്ല സ്മെല്ലുമുള്ള ഒരു റോസാണിത്. പിന്നെ ഇതാണ് 10 മണിപ്പൂ. ഇത് 10 മണി ഇത് രാവിലെ 4 മണി രാവിലെ 4 മണിക്ക് ഇത് ഒരുക്കുകയുള്ളൂ. ഇതാണ് ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ അടുത്ത റെയറായിട്ടുള്ളൊരു ഫ്ലവർ, ബൊഗെയിൻവില്ലയുടെ. ഇതാണ് സ്മോൾ ലീവ്സ് ബൊഗെയിൻവില്ല എന്ന് പറയുന്ന ഒരു ടൈപ്പിലുണ്ടായ ബൊഗെയിൻവില്ലയാണിത്. ഇതും ആ റെയർ ടൈപ്പിലുള്ള ബൊഗെയിൻവില്ല തന്നെയാണ്. ഇതിലൊന്നും ഇപ്പോൾ പൂവ് വിട്ടിട്ടില്ല. സ്പ്രിംഗ് സീസൺ ആയാൽ ഇവിടെ നിറച്ച് പൂക്കളുടെ പൂരമാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. കാന്താരി മുളക് കുറേ ഉണ്ടാവുന്നതാണ്. ഈയിടെയായിട്ട് കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡാലിയ ഗൈസ്. പിന്നെ അതാണ് എൻ്റെ വല്യമ്മച്ചിയുടെ സ്പെഷ്യൽ കറ്റാർ വാഴ. ഇത് പിന്നെ നമുക്ക് സാധാരണ അറിയാവുന്ന ഈ തുളസി, ഡാൻഡലിയൻ, പിന്നെ അത് കുറച്ച് ഇലച്ചിലയും ഇതും തുളസിയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി പൂക്കൾ വിരിയുമ്പോൾ നാളെ നമുക്ക് കാണാം.